ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ്. സേമിയ പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ശർക്കര ചേർത്തിട്ടില്ല കേട്ടോ, പഞ്ചസാരയും പാലും ചേർത്ത പായസം തന്നെ, പക്ഷേ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പിൽ, അതായത് ആ പാല് കുറുക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ സേമിയ പായസത്തിന് സ്വാദുണ്ടാവും. സാധനങ്ങളാണ് 2 പാക്കറ്റ് പാല്, ഇതാ സേമിയ, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ഇതാ ഏലക്കായ. ഇത്ര മാത്രം ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. പക്ഷേ ഞാനിത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ 2 പാല് ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവാം. 2 പാക്കറ്റ് പാലൊഴിച്ചു. ഇനി ഇതിൽ തീ കത്തിച്ചിട്ട് നമുക്ക് ഇതിനെ വറ്റിച്ച് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഈ പാലിന് ഞാൻ അപ്പുറത്തെ തീച്ചട്ടി അടുപ്പിൽ വെച്ച് ഇത് നെയ്യിൽ സേമിയ വറുത്തെടുക്കണം. ഇത് ഫ്രൈഡ് സേമിയ അല്ല, അതുകൊണ്ട് എനിക്ക് വറുത്തെടുക്കും. ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. സേമിയ ഇടും. സേമിയ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ സേമിയ മുഴുവൻ വേണ്ട, കുറച്ച് മതി. കൂടുതലായി ആ പാലിലേക്ക് കട്ടിയാവും. ഇത്ര ചോളാൽ മതി, അധികം ചോക്കണ്ട കേട്ടോ. അത് കാരണം ഞാനധികം ചമപ്പിക്കാത്ത ഇത്ര നേരം ഒരു ബ്രൗൺ കളറായി കിട്ടിയ നമ്മളത് വാങ്ങിക്കും. സേമിയ വറുത്ത് കേട്ടോ. വറുത്ത് കോരി നെയ്യിൽ ഒരു മുന്തിരിങ്ങ വറുക്കട്ടെ. അത് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പായസത്തിന് പണി വളരെ എളുപ്പമായി. അണ്ടിപ്പരിപ്പ് ഒന്നും കൂടി ചോക്കട്ടെ. സാധാരണ നിലയ്ക്ക് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഒരുമിച്ചിടാതെ പതിവ്. ഇത് ഇന്നിപ്പോൾ അണ്ടിപ്പരിപ്പ് മൂത്തിട്ടില്ല, മുന്തിരിങ്ങ അങ്ങനെ വല്ലാണ്ട് വലുതായി. അപ്പോൾ നമുക്ക് നമ്മുടെ സേമിയ പായസം ശരിയാവും. പാല് കിടന്ന് കുറുകണം. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാം. ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കില്ല, അതൊന്നും അത്ര ഹെൽത്തിനാണ് നല്ലതല്ല. ഇത് നല്ല പാല്, നമ്മളെ മേടിക്കുന്ന പാക്കറ്റ് മിൽക്കാണ്, മിൽമയുടെ പാക്കറ്റ് മിൽക്കാണ്. അത് നന്നായി കുറുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഒന്ന് കട്ടി വെക്കുക, അത്ര വേണ്ട. കൂടുതൽ കുറുക്കൊന്നും വേണ്ട. കൂടുതൽ കുടിക്കുക, പായസം കൊടുക്കും. ഇട്ട് തിളയ്ക്കണം. അപ്പോഴേ അതിലത്തെ ആ ജലാംശമൊക്കെ പോകുള്ളൂ. നല്ല കുറുകിയ പാല് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് സേമിയ ഇടാം. സേമിയ ഇടാൻ പോകണ ഞാൻ ഇതാ നെയ്യിൽ വറുത്ത് വെച്ച സേമിയ ഞാൻ ഇട്ടു. ഒരു 10-15 ടീസ്പൂൺ പഞ്ചാര ഇട്ടോ കേട്ടോ. 10 ടീസ്പൂൺ ആദ്യം ഇട്ട് നോക്കാം നമുക്ക്. അത് ഇതിൽ മധുരം കുറവുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി, അല്ലാണ്ട് കൂടുതൽ മധുരം ഇടരുത് കേട്ടോ. ഏലക്കായ പൊടിച്ച് ഇട്ടു. പായസം ഇതാ നല്ല കട്ട് ചെയ്ത് തുടങ്ങി. ഏലക്കായ ഇട്ടു. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇടാം. ഇത്ര വേണ്ടു. സേമിയ പായസം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നെയ്യിലിടണം കേട്ടോ. പായസം തയ്യാറായി. നല്ല പായസമാണ്, നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഞാൻ ബൗളിലേക്ക് പുറത്ത് കാണിച്ചു തരാം. സ്നേഹമുള്ളവരെ, പായസം തയ്യാറായി. സേമിയ പായസം വളരെ ഈസിയാണ്. ഇതിന് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർക്കാം, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആവും. പക്ഷേ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പായസമാണ്. ഞാൻ പാല് 2 പാക്കറ്റ് കുറുക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതൊന്ന് നിങ്ങൾ നോക്കൂ. ഇതുപോലെ ഇതിൽ ഏലക്കായ ഇട്ടിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി അത് കഴിച്ച് നോക്കൂ. നിങ്ങൾ വളരെ ടേസ്റ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എന്ന് സുലോചന ടീച്ചർ.